ഡോക്ടർ ഫസൽ ഗഫൂർ, ഇപ്പോൾ നമ്മൾ ലീഗ് നേതാക്കളുടെ വാർത്താ സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ വാർത്താ സമ്മേളനത്തിന് അവസാനം പറഞ്ഞു കേട്ടല്ലോ, ഇറാനെതിരായ ആക്രമണം തന്നെയാണ് വിഷയം. നിലമ്പൂരിലും വിഷയമാകുന്ന ഒരു കാര്യമാണ്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പറഞ്ഞു തെമ്മാടി രാഷ്ട്രമാണ് ഇസ്രയേൽ എന്ന്. പലസ്തീൻ കോസ് ആരാണ് ഉയർത്തിപ്പിടിച്ചത് എന്ന കാര്യത്തിലൊരു തർക്കം അത് നിലമ്പൂരിലും പ്രതിഫലിക്കുമോ? ഈ ഘട്ടത്തിൽ ചോദിക്കാവുന്നൊരു ചോദ്യമായതുകൊണ്ടാണ്. ഇറാൻ്റെ ഒരു പ്രശ്നം നമ്മളെ ബാധിക്കുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാലാകാലമായിട്ട് ഇറാൻ ഒരു ഐസൊലേഷനിൽ ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു മുസ്ലിം രാഷ്ട്രമാണ്. ഒന്ന്, അതിൽ ജനാധിപത്യമില്ല, മനസ്സിലായില്ല. അതൊരു മതരാഷ്ട്രമാണ്. വളരെ കുറച്ച് രാഷ്ട്രങ്ങൾ മാത്രമേ ഇസ്ലാമിക രാഷ്ട്രങ്ങളുള്ളൂ. സൗദി അറേബ്യ, ഇറാൻ, അങ്ങനെ ഒരു 3-4 മാത്രമേ ഉള്ളൂ. മറ്റുള്ള രാഷ്ട്രങ്ങളൊക്കെ മതേതരത്വം വിശ്വസിക്കുന്ന രാഷ്ട്രങ്ങളാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുമായിട്ട് നല്ലൊരു ബന്ധമുള്ള ഒരു രാഷ്ട്രമാണ് ഇറാൻ. വർഷങ്ങളോളമായിട്ട് അതായിട്ടുള്ള നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഉത്തരവാദിത്വം പറയേണ്ടത് ഇപ്പോൾ നേതന്യാഹു, ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്, നേതന്യാഹു മോഡിയെ വിളിച്ചു എന്നാണ് പറയണേ. അപ്പോൾ നേതന്യാഹു, മോഡി ഇപ്പോൾ ആരുടെ വശത്ത് നിൽക്കും? മോഡി അവർക്ക് ഒരുപാട് ഇപ്പോൾ കാര്യമായിട്ട് എണ്ണയുടെ ഈ സപ്ലൈ ഇന്ത്യക്ക് നൽകിയിരുന്ന ഒരു രാഷ്ട്രമാണ് ഇറാൻ. തിരിച്ച് നമ്മുടെ ഒരുപാട് വസ്തുക്കൾ അവർ വാങ്ങുന്നുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ആ രാഷ്ട്രമായിട്ട് ബന്ധം കീപ്പിയോ, അതേമാതിരി ഇപ്പോൾ അവരുമായിട്ട് യുദ്ധസാമഗ്രികൾ മാത്രം വാങ്ങുന്ന രാഷ്ട്രം, അതായത് ഇസ്രായേൽ, അവരായിട്ട് ബന്ധം കീപ്പിയോ എന്നുള്ളതാണ്. ഏതായാലും ചോദ്യത്തിന് ഉത്തരം വളരെ സിമ്പിളാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇതിലിപ്പോൾ എന്താ ഉണ്ടാകാൻ പോകണമെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ രാഷ്ട്രത്തിന് ഇറാന് എടുത്ത് നമ്മുടെ എല്ലാം കണക്കുകൂട്ടലും നമ്മുടെ സൈനിക വിദഗ്ധർ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്കും അറിയാം, ഒരു യുദ്ധത്തിൽ ഇറാൻ ഒരിക്കലും അവരോട് ജയിക്കാൻ പോകുന്നില്ല എന്നത്. പക്ഷേ എന്താ നടക്കാൻ പോകണമെന്ന് അറിയാം. നമുക്കറിയാം, എല്ലാം ഇപ്പോൾ ഇറാഖിൽ നടന്ന മാതിരി, അല്ലെങ്കിൽ മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന മാതിരി ഇപ്പോൾ അവരൊരു ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മുറവിളി തുടക്കും ഇവിടെ. ഇതൊക്കെ ഒരു പ്ലാനാണെന്നേ അമേരിക്കയുടെ പല രാജ്യങ്ങളും നടപ്പാക്കിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് അത് ഇവിടെ അല്ല, പല രാജ്യങ്ങളും നടപ്പാക്കിയിട്ടുണ്ട്. അത് ജനാധിപത്യം എന്ന് പറയും. വേറെ ഒരു പത്യമില്ലല്ലോ ലോകത്ത്, മനസ്സിലായില്ലേ? അത് ഇട്ടുകൊണ്ട് അവരുടെ ജനങ്ങളുടെ ഇടയിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് അതിനുവേണ്ടി ഒരു ഇപ്പോഴത്തെ അവിടുത്തെ ഇറാൻ്റെ ഇതിനെ തകർക്കാൻ നോക്കും. വളരെ ദുർബലമാണ് ഇറാൻ. കാരണം അവിടെ പോയിട്ടുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു, അവിടെ വളരെ ഡോളറിനൊക്കെ ഒരു വിലയില്ലാത്തൊരു രാജ്യമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഡോളറിന് വിലയുണ്ട്, അവിടുത്തെ ഇറാനിലെ കറൻസിക്ക് യാതൊരു വിലയില്ലാത്ത സ്ഥിതിയായിട്ടൊക്കെ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. അപ്പോൾ ആ നിലക്ക് ഇത്തരത്തിലുള്ള ഒരു ഇടപെടലാണ് അവിടെ ഉണ്ടാകാൻ പോകണം. അല്ലാതെ ഇത് ഇവിടെ വെച്ചിട്ട് അവസാനിക്കില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു എക്കണോമിക് വാറാക്കി മാറ്റും, എന്നിട്ട് പിന്നെ ഡെമോക്രസിക്ക് വേണ്ടിയിട്ടുള്ളൊരു വാറാക്കി മാറ്റും. എല്ലാം കാപട്യമാണ്, മനസ്സിലായില്ലേ? ആ കാപട്യത്തിൻ്റെ ഭാഗമായിട്ട് അതാണ് അവിടെ നടക്കാൻ പോകുന്നത് എന്നാണ് എൻ്റെ ലോകത്തിലെ പുതിയ കാഴ്ച. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.